ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം. ശ്രീവത്സം സിൽക്സ് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് 2025. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 9 വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ. മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെ ഓണാഘോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രവാസികളുടെ ഓണാഘോഷത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഗംഭീരമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആഘോഷത്തെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് തോന്നുന്നു അവരാതൊന്നും ആഘോഷിക്കുന്നത്. നമ്മൾ 10 ദിവസം ഓണം ആഘോഷിച്ചു കഴിഞ്ഞു. പക്ഷെ പ്രവാസികളെ സംബന്ധിച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം. കാരണം അവർക്ക് വെള്ളി അല്ലെങ്കിൽ ഞായറാഴ്ചയ്ക്ക് അവധി വരുത്തുള്ളൂ. ആ ദിവസം തിരുവോണം വെള്ളിയാഴ്ചയും കൂടെ. അതെ 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 അതുകൊണ്ട് അപ്പൊ ആ ഒരു ദിവസം പ്രത്യേകിച്ച് കൂടുതൽ ആഘോഷിക്കാൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ ആഘോഷത്തിന്റെ തനിമ ഒട്ടും ചോരാതെ അത് ഗംഭീരമായിട്ടാണ് നമുക്ക് പ്രവാസികളുടെ ആഘോഷം. അത് നമ്മുടെ സദ്യയായാലും പുലികളിയായാലും ചെണ്ടമേളമാണെങ്കിലും എല്ലാ സംവിധാനം വെച്ചിട്ടുള്ള ഒരു ഓണാഘോഷമാണ് അവിടെ സംഘം. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ നിരവധി ആഘോഷങ്ങളെ പറ്റി നമ്മൾ കുറച്ചു മുമ്പേ കണ്ടു. പല ആഘോഷങ്ങളും. ഇനി നമുക്ക് അതിന്റെ കൂട്ടത്തിൽ പ്രവാസികളുടെ ഓണാഘോഷങ്ങൾ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇനി തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചില പ്രവാസികളുടെ ഓണാഘോഷത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മ പുതുക്കലാണ് മലയാളിക്ക് ഓണം. കാണം വിറ്റും ഓണമുണ്ണണം എന്ന് പറയുന്ന മലയാളി ലോകത്ത് എവിടെയാണെങ്കിലും ഓണാഘോഷങ്ങളുടെ പ്രൗഢി ഒട്ടും കുറയ്ക്കാറില്ല. സ്വന്തം വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഗൾഫ് നാടുകളിലെ പ്രവാസി സമൂഹവും ഓണാഘോഷങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്താറില്ല. അത്തപ്പൂക്കളം ഒരുക്കിയും സദ്യ തയ്യാറാക്കിയും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് പ്രവാസി സമൂഹം ഓണാഘോഷങ്ങൾ നടത്തുന്നത്. ഇത്തവണത്തെ തിരുവോണം വെള്ളിയാഴ്ചയും നബിദിനവുമായതിനാൽ പ്രവാസിയും തിരുവോണം ആ ദിവസം തന്നെ ആഘോഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിന് പുറത്ത് ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്ന ഇടമാണ് അറേബ്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹ്റൈൻ. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമാണെങ്കിലും 4 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് ഇവിടെയുള്ളത്. ബഹ്റിനെ പ്രധാനപ്പെട്ട മലയാളി കൂട്ടായ്മയായ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ശ്രാവണം 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങൾക്ക് ഇതിനോടകം തുടക്കമായി. രുചിമേള, അത്തപ്പൂക്കള മത്സരം, വടംവലി മത്സരം, നാടൻ മത്സരങ്ങൾ, ഓണസദ്യ, വിവിധതരം കലാപരിപാടികൾ എന്നിവയാണ് ശ്രാവണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക ചിത്ര ഉൾപ്പെടെ നിരവധി പ്രമുഖരും ഈ പരിപാടിയുടെ ഭാഗമായി ബഹ്റിനിലെത്തുന്നുണ്ട്. കേരള സമാജത്തിന് പുറമെ ബഹ്റിൻ മീഡിയ സിറ്റിയുടെയും നേതൃത്വത്തിലും വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 500-ലധികം മലയാളി സംഘടനകൾ പ്രവർത്തിക്കുന്ന ബഹ്റിനിൽ ഈ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിലും ഓണാഘോഷ പരിപാടികൾ വിപുലമായി തന്നെ നടക്കും. ബഹ്റിനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാരവം 2025 എന്ന പരിപാടി സെപ്റ്റംബർ 19 വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. ബഹ്റിന് പുറമെ മറ്റ് ഗൾഫ് നാടുകളിലും ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. പ്രവാസ ലോകത്ത് ഓണാഘോഷങ്ങൾ വരവേൽക്കുവാൻ ഷോപ്പിംഗ് മാളുകളും ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. പൂക്കളും പച്ചക്കറികളും സദ്യ കഴിക്കാനുള്ള വാഴയിലയും നാടൻ വസ്ത്രങ്ങളും ഉൾപ്പെടെ ഓണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും പ്രധാനപ്പെട്ട എല്ലാ ഷോപ്പിംഗ് മാളുകളിലും ഓണം ഓഫറുകൾ ഒരുക്കി ഓണത്തെ വരവേറ്റിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റുകളും ഉത്രാടം മുതൽ ഓണസദ്യകൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. വിവിധ റെസ്റ്റോറൻറ്റുകളിൽ ഇതിനോടകം തന്നെ ബുക്കിങ്ങുകളും ആരംഭിച്ചു. സ്വന്തം വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓണാഘോഷങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്തുവാൻ മലയാളി തയ്യാറല്ല എന്നതാണ് പ്രവാസ ലോകത്തെ ഓണാഘോഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്.